ഈ വെള്ളിയാഴ്ച ഞാൻ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് പോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഓഫീസിൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-13 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ട്രൈസൈക്കിളിൽ കയറിയിട്ട് സ്കൂളിലേക്ക് പോണ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. നമ്മളുടെ അടുത്ത പ്രദേശത്ത് വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു പള്ളിയാണ്, മോശം ഇല്ലാത്തൊരു പള്ളിയാണ് ഇന്ന് പോണ പള്ളി. അതൊരു സ്കൂൾ സോണിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റോട്ടിൽ കുറച്ച് ബ്ലോക്കുള്ള കാരണം നമ്മൾ സ്ലോ ആവുകയാണ്. ഇത് വേറൊരു സ്കൂൾ സോണാണ്. ഇവിടെ സ്കൂളിലേക്ക് കുട്ടികളെ വിളിക്കാൻ വന്നത്, ഇവിടെ ഉച്ചയ്ക്ക് സ്കൂൾ വിടും. അപ്പോൾ കുട്ടികളെ വിളിക്കാൻ വന്ന വാഹനങ്ങളാണ് ഈ പാർക്ക് ചെയ്തിട്ടുള്ളത് റോഡ് സൈഡിലൊക്കെ. അപ്പോൾ 12 മണിയുടെ മുന്നേ ഒരു ചെറിയൊരു റോട്ടിൽ കൂടെ വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാൻ. ആ റോഡ് സ്കൂൾ സോൺ ആയതുകൊണ്ട് 12 to 1 മണി വരെ അവിടെ ബ്ലോക്ക് ആയിരിക്കും. അവിടെ അവർ തടയും, പിന്നെ അതിൽ കൂടെ വണ്ടി കടത്തി വിടില്ല. അപ്പോൾ 12 മണിയുടെ മുന്നേ റോട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാതയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷനായിട്ടുള്ള തകൈത്തായി എന്ന് പറഞ്ഞാൽ നമ്മളെ മൂന്നാറൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. അതിനെ സാന്റാറാസ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന 2 വരിയിലുള്ള നല്ലൊരു റോഡിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഇവിടെ ഉള്ള വലിയൊരു കൊക്കക്കോളേൻ്റെ പ്ലാന്റൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൽ നിന്നും മെട്രോ മനിലയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ റോഡ് വഴി വന്നിട്ട് എൻട്രി എടുത്തിട്ട് എക്സ്പ്രസ് ഹൈവേയിൽ പ്രവേശിച്ചിട്ട് അതുവഴിയാണ് പോകുന്നത്. അതിൻ്റെ എൻട്രി നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ കഴിയും. ഇന്നത്തെ ദിവസം സൂര്യേട്ടൻ ഭയങ്കര ഹാപ്പിയിലാണ്, നല്ല ചിരിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പൊരിഞ്ഞ വെയിലുണ്ട്. അപ്പോൾ ആ റോട്ടിൽ, ആ ചെറിയ റോട്ടിലേക്ക് എൻട്രി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് അത്യാവശ്യം നടക്കാണ്ട്, അപ്പോൾ പെട്ടെന്ന് പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിന് വിഘാതമായിട്ട് മുന്നിലുള്ള വണ്ടികളൊക്കെ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് രീതി ഒരിക്കലും നമ്മൾ നാട് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഡിഫെൻസീവായി വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ ഭയങ്കര അഗ്രസീവ് അല്ല, നമ്മുടെ നെഞ്ഞത്തൊക്കെ കയറി വരും. ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല സേഫായിട്ട് തന്നെ ഓടിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ റോഡ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോ എൻട്രി 12 to 1. ഈ വഴിയിലൂടെ വളരെ ചെറിയൊരു പാതയാണ്. 2 ഭാഗത്തേക്കും വണ്ടികൾ വരികയാണെങ്കിൽ കഷ്ടി കൈയായിട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പോവുക. ഇവിടെയൊക്കെ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ജുമാ സോഹ. പിന്നെന്തായാലും ഭാഗ്യത്തിന് ബ്ലോക്കൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകളുണ്ട്, കാരണം ഇത് അത്യാവശ്യം നല്ല ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയ ആയാലും പതുക്കെ പോകാൻ വേണ്ടിയിട്ട് അടുത്തടുത്തായിട്ട് തന്നെ കുറേ ഹമ്പുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ പതുക്കെയാണ് ഇതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ചില സൈഡിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ഈ റോട്ടിൽ കൂടെ പോകാൻ. ഒരു ബൈക്കുകാരൻ കാത്തിക്കുന്നുണ്ട് അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അത്രയും ചെറിയ റോഡാണ്. അപ്പോൾ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം സ്ഥിരം വണ്ടി നിർത്തുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് റോഡ് സൈഡിൽ. അവിടെ നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മളെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു 1-2 കടകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ചെറിയൊരു പലചരക്ക് കടയാണ്. ഇവിടെ സാരി സ്റ്റോർ എന്നാണ് അതിന് പറയുക. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ദൂരെ കാണുന്ന മിനാരം, ചെറിയ മിനാരം കാണുന്നതാണ് പള്ളി. പള്ളിയോടനുബന്ധിച്ചുള്ള ഈ ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ മദ്രസ പ്രവർത്തിക്കുന്നത്. ഈ പള്ളിയിൽ വരുമ്പോൾ അത്യാവശ്യം വിദേശികളൊക്കെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതേപോലെ കുറേ അറബ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഹെൽപ്പുള്ള കാരണമായിരിക്കാം ഈ പള്ളി കുഴപ്പമില്ലാത്ത, മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത പോലെ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പോൾ എല്ലായിടത്തും പോലെ എവിടെയുണ്ട് പള്ളി പരിപാലനത്തിനുള്ള പിരിവുണ്ടാവുക. പിരിവിനിരിക്കുന്നത് നമ്മളൊരു ഫ്രണ്ടാണ്, ആറാന്നാണ് ആളുടെ പേര്. ഇതാണ് പള്ളിയുടെ ഒന്നു കൊടുക്കുന്ന സ്ഥലം. അത്യാവശ്യം കുഴപ്പമില്ല, ഇവിടുത്തെ ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഞാൻ എത്തുമ്പോഴേക്കും നമ്മുടെ ഒത്തുപ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പള്ളി. ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പള്ളിയാണ്.